ഹലോ, ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ കുറച്ച് സ്പെഷ്യലും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. ഒരുപാട് സ്പെഷ്യൽ അങ്ങനെയല്ല, ഇതൊരു സൺഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ അത്യാവശ്യം ഉള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുകയും ഒരുമിച്ച് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഡേ ആണ്. അപ്പം സൺഡേ എന്ന് പറയുമ്പോൾ വീക്കെൻഡാണല്ലോ. അപ്പോൾ എന്താണേലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഏറ്റവും ആദ്യം തന്നെ ഒരു കപ്പ് ചൂട് ചായ കുടിച്ചു. ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെയാണ് ചായ കുടിക്കാറ്. ചില ദിവസങ്ങളിൽ ചായ നേരത്തെ കുടിക്കാറുണ്ട്. കുറച്ച് ഹെവി ആയിട്ട് കുക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ നമുക്ക് നേരത്തെ വിശക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചായ കുടിക്കൽ പരിപാടിയൊക്കെ നേരത്തെ അങ്ങ് കഴിയും. അതിനുശേഷം കുറച്ചും കൂടെ ലേറ്റായിട്ടായിരിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പമാണ്. ഇടിയപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഇടിയപ്പം, തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ വെച്ചിട്ടുള്ള ഇടിയപ്പം. പിന്നെ കറി കണ്ട നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത്രയും കളറെന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നോർമൽ ചില്ലി പൗഡർ ഉണ്ടല്ലോ, ആ ഒരു സ്പൈസ് നമുക്ക് പറ്റില്ല. നമ്മൾ നോർമലി ചില്ലി പൗഡർ യൂസ് ചെയ്താൽ സ്പൈസ് വളരെ കൂടുതലും ആയിരിക്കും. എന്നാൽ കളറെന്ന് പറയുന്നത് ഇത്രയും കളറൊന്നും ഉണ്ടാകത്തില്ല, കളർ കുറവുമായിരിക്കും. കളറിന് വേണ്ടിയിട്ടല്ല നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു നോർമൽ ചില്ലി പൗഡറിൻ്റെ എരിവ് ഒട്ടും പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താണേലും വളരെ ടേസ്റ്റി ആയിട്ട് ഒരു 2-3 സോഫ്റ്റ് ഇടിയപ്പം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് എനിക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ കറി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി എന്നൊക്കെ പറയുന്നത് ഞാൻ വേറെ ഒരു ദിവസം റെസിപ്പി വീഡിയോസ് ഷെയർ ചെയ്യുമ്പോഴത്തേനും ഈ ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും ചെറുതായിട്ടൊരു വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോഴത്തേനും കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഞാനെടുത്ത് കഴിക്കുകയാണ്. കുറച്ച് കട്ട് ആപ്പിളും അതുപോലെ തന്നെ കട്ട് പപ്പായസും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിരുന്നു. അതിനുശേഷം സൺഡേ ആണല്ലോ, അപ്പം വീട്ടിലെല്ലാവരും ഉള്ള ഒരു ദിവസമാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ലഞ്ച് കുറച്ച് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ഈരാറ്റുപേട്ടക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള തേങ്ങാച്ചോറാണ്. ഞാൻ തേങ്ങാച്ചോറ് ഈരാറ്റുപേട്ടക്കാരുടെ എന്ന് പറഞ്ഞ സ്പെഷ്യലാണെന്നൊക്കെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പല സൈഡിലെയും തേങ്ങാച്ചോറെന്ന് പറയുന്നത് പല ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനെന്ന് പറയുന്നത് തേങ്ങാപ്പാലിലാണ് നമ്മുടെ അരിയൊക്കെ വെച്ചിട്ട് റൈസ് വേവിച്ച് എടുക്കുന്നത്. എന്നാൽ ചിലരെന്ന് പറയുന്നത് തേങ്ങ അരച്ചുണ്ടല്ലോ, തേങ്ങ അരച്ച അരപ്പോട് കൂടി അതിൽ റൈസ് വറ്റിച്ച് തേങ്ങാച്ചോറ് റെഡിയാക്കാറുണ്ട്. പിന്നെ ചിലരെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ഇടാതെ നല്ല വെള്ള കളറിഞ്ഞ് തേങ്ങാച്ചോറ് വെക്കാറുണ്ട്. പിന്നെ ചിലർ ചിരവിയ തേങ്ങ, ഒരു പിടി പച്ച തേങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങാച്ചോറ് വെക്കാറുണ്ട്. ഓരോ ഏരിയാസിലും ഡിഫറെൻറ്റ് രീതിയിലാണ് തേങ്ങാച്ചോറ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോട്ടയം ഈരാറ്റുപേട്ട സ്റ്റൈൽ ഒരു സ്പെഷ്യൽ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി, അതായത് ഞങ്ങളുടെ ഈരാറ്റുപേട്ടക്കാരുടെ സ്പെഷ്യൽ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ അടുത്ത ദിവസം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണേലും ഇനി എൻ്റെ ലഞ്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലെ കുക്കിംഗ് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ടേബിളിലേക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് തേങ്ങാച്ചോറാക്കാനുള്ള കാര്യം, ബ്രേക്ക്ഫാസ്റ്റിന് നോർമലി ചിക്കൻ കറിയോ ബീഫ് കറിയോ മട്ടൻ കറിയോ എന്തെങ്കിലും വെക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ രാവിലത്തെ കറി തന്നെ എടുത്ത് ഉച്ചയ്ക്കും കൂടെ കഴിക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നോർമൽ റൈസിൻ്റെ കൂടെ ആവാം, ചിലപ്പോൾ തേങ്ങാച്ചോറിൻ്റെ കൂടെ, ചിലപ്പോൾ ഗീ റൈസിൻ്റെ കൂടെ, അങ്ങനെ കറി കൂടുതൽ വെക്കുന്ന ദിവസങ്ങളിൽ ആ കറി കൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്കും കൂടി കഴിക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കോക്കനട്ട് ഓയിലും ഗീയും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി തേങ്ങാച്ചോറ്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പുറകെ ഷെയർ ചെയ്യുന്നതായിരിക്കും, പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ടേബിളിലേക്ക് ഞാൻ റെഡിയാക്കി വെച്ചത് തേങ്ങാച്ചോറ്, ചിക്കൻ കറി, അതുപോലെ തന്നെ കേട്, സവോളയൊക്കെ ഇട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള കുറച്ച് തൈര്, പിന്നെ പപ്പടം, ഇത്രേ ഉള്ളൂ കേട്ടോ. കോമൺ ആയിട്ട് നമ്മുടെ തേങ്ങാച്ചോറിലെ 2 ഐറ്റംസ് ഇന്ന് മിസ്സിംഗ് ആണ്, ക്യാബേജ് തോരനും പരിപ്പ് കറി. അപ്പം കുക്കിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ 2 ഐറ്റംസ് സ്കിപ്പ് ചെയ്തതാണ്. ഈ കൈക്ക് ആ ഒരു ഐറ്റംസും കൂടെ ഉണ്ടെങ്കിലാണ് തേങ്ങാച്ചോറിൻ്റെ ആ ഒരു കോംബോ കംപ്ലീറ്റ് ആവുന്നത്. പക്ഷേ ഞാനത് റെഡിയാക്കിയില്ല. എന്താണേലും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. എനിക്ക് കഴിക്കാനായിട്ട് ഞാനത് ആവശ്യത്തിനുള്ള തേങ്ങാച്ചോറ് വിളമ്പി അതിലേക്ക് ഒരു പീസ് ചോറും ഒരു പീസ് ചിക്കനും അതുപോലെ തന്നെ ആവശ്യത്തിന് ഗ്രേവിയും ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് കേട്, പിന്നെ ഒരു പപ്പടം, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി തേങ്ങാച്ചോറ് കേട്ടോ.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കോമൺ ആയിട്ട് ഇടയ്ക്ക് തേങ്ങാച്ചോറ് വെക്കാറുണ്ട്, നെയ്ച്ചോറ് വെക്കാറുണ്ട്, ബിരിയാണീസ് വെക്കാറുണ്ട്. അത് പിന്നെ കൂടുതലും ലഞ്ചിന് നമ്മൾ കൂടുതലും വെറും ചോറ്, നോർമൽ ചോറും കറിയുമാണ് കൂടുതൽ. പിന്നെ നോർമൽ ചോറും കറിയും ഒക്കെ കഴിച്ച് ബോറടിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി വെക്കലാണ് പതിവ്. അപ്പോൾ തേങ്ങാച്ചോറ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലും ഞങ്ങളുടെ ഈ ഒരു മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന ഈ ഒരു തേങ്ങ ചോറെന്ന് പറയുന്നത് ഫെമിലിയർ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് റെസിപ്പി വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. എന്താണേലും തേങ്ങ ചോറൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ നമ്മുടെ ആ ഒരു ദുബായ് വൈറൽ ചോക്ലേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ കുനാഫ ചോക്ലേറ്റ്, അപ്പോൾ അത് ഒരു അതിൻ്റെ ഇപ്പോൾ ചെറിയ ബാറുകൾ അവൈലബിൾ ആണ് കേട്ടോ. എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ലുലുവിലാണെങ്കിലും നെസ്റ്റോയിലാണെങ്കിലും ചെറിയ സൂപ്പർ മാർക്കറ്റ്സുകളിൽ വരെ ഈ ഒരു എന്താ പറയുക ദുബായ് വൈറൽ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഈസിലി അവൈലബിൾ ആണ്. ആദ്യ സമയത്തൊക്കെ ട്രെൻഡിങ് ആയ ഒരു ടൈമിലൊക്കെ ഇത് തപ്പി നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കോമൺ ആയിട്ട് സാധാ ഒരു ചോക്ലേറ്റ്സിൻ്റെ കൂടെയൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ ഇതിപ്പോൾ ഈസിലി അവൈലബിൾ ആണ്. നാട്ടിൽ ഇതിപ്പോൾ എത്രത്തോളം അവൈലബിൾ ആണ് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇതിപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചോക്ലേറ്റ് തന്നെയാണ്. എങ്കിലും ഇതിൻ്റെ ആ ഉള്ളിലെ ആ ഒരു പിസ്ത, ആ ഒരു കുനാഫ, ആ ഒരു സംഭവമുണ്ടല്ലോ, അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാടൊന്നും കഴിക്കുന്നില്ലെങ്കിലും ചെറിയ ബാറുകളൊക്കെ ഇടയ്ക്ക് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അതിനുശേഷം ഞാൻ ഇപ്പോൾ നമ്മുടെ ഈവനിങ് ആയപ്പോഴത്തേനും ഇത് ഞാൻ മക്കൾക്ക് വേണ്ടി റെഡിയാക്കുന്നതാണ്. പാനിലേക്ക് കുറച്ച് ഗീ ആണ് ഒഴിച്ചത്. ആദ്യം കുറച്ച് ഗീ ഒഴിച്ചതിന് ശേഷം ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ നെയ്ക്കകത്ത് നന്നായിട്ട് വാട്ടിയിട്ട് കുറച്ച് പഞ്ചസാര, കുറച്ച് ഷുഗറും കൂടി ചേർത്തിട്ട് മക്കൾക്ക് കൊടുക്കാനാണ്. ഇതെന്നും കൊടുക്കലൊന്നുമില്ല, എന്നും കഴിക്കലൊന്നുമില്ല, അവർക്ക് അത്ര വലിയ ഇഷ്ടമുള്ള ഐറ്റമൊന്നുമല്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഗീയിൽ വാട്ടിയിട്ട് കുറച്ച് ഏത്തപ്പഴം റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് എന്താ പറയുക, ഇത് മക്കൾക്കുള്ള ഐറ്റമാണ്. നമ്മുടെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് വിശേഷങ്ങൾ ഈവനിങ് ആയല്ലോ, അപ്പോൾ സൺഡേയും കൂടെ ആണല്ലോ. അപ്പോൾ വൈകുന്നേരത്തെ നമ്മുടെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഫാമിലി ഔട്ടിംഗ് വ്ളോഗ് ഞാൻ ഷെയർ ചെയ്തേ. അത് സാറ്റർഡേ ആയിരുന്നു, ഇത് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ എന്ന് പറയുമ്പോഴത്തേനും ക്രിക്കറ്റ് കളിക്കാനും പുറത്തേക്കൊക്കെ പോകുന്ന ഡേ ആണ്. അപ്പോൾ ഞാനും മക്കളും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത്. ഇപ്പോൾ സാറാക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളും ഒന്നും ഇല്ല. ഇനി കുറേ നാളത്തേന് ക്ലാസ് ഇല്ല. അപ്പോൾ വെക്കേഷനൊക്കെ കഴിയുമ്പോൾ നമ്മൾ സൺഡേ നൈറ്റ് ഈവനിങ് എന്നൊക്കെ പറയുന്നത് നല്ല ബിസിയാണ്. കാരണം സാറാക്ക് അത്യാവശ്യം ഹോംവർക്ക്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേനും, അല്ലെങ്കിൽ സ്കൂളിലെ വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കംപ്ലീറ്റ് ആക്കുന്നത് ഈ ഒരു സൺഡേ ഈവനിങ് ആ ഒരു ടൈമിലാണ്. അപ്പോൾ മക്കളുടെ ആ ഒരു നെയ്ക്കകത്ത് വാട്ടിയ ഏത്തപ്പഴം ഷുഗറൊക്കെ ഒന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് അത് മക്കൾക്ക് ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ ഞങ്ങളുടെ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല അടിപൊളി പഴംപൊരിയാണ്. അപ്പോൾ ഞാൻ ശരിക്കും പഴംപൊരി ഇടയ്ക്കിടയ്ക്ക് പൊരിക്കാറുണ്ട്. എന്നാൽ ഈ ബ്ലാക്ക് എള്ള് ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന, നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു പഴംപൊരി, ഇതെന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം നീളത്തിന് ഒരു പഴം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് കിട്ടുന്നത്. ഞാൻ അങ്ങനെ പൊരിക്കാമെന്ന് വിചാരിക്കും, പക്ഷേ എനിക്ക് എന്തോ ചെറിയ പീസായിട്ട് പഴം പൊരിക്കുന്നതാണ് ഒരു ഇഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ വിചാരിക്കുന്ന ആ റെസ്റ്റോറൻറ്റിൽ അതേ രീതിയിൽ കുറച്ച് പഴംപൊരിയും പഴമൊക്കെ പൊരിച്ച് കുറച്ച് ബീഫ് റോസ്റ്റൊക്കെ ആക്കി നമ്മുടെ പഴംപൊരിയും ബീഫും ഉണ്ടല്ലോ ആ ഒരു കോംബോ, അതൊരു ദിവസം ഈവനിങ് ടീ ടൈമിൽ ടീയുടെ കൂടെ സ്നാക്കായിട്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബാച്ചായിട്ട് നമ്മുടെ ഏത്തപ്പഴം പൊരിച്ചത്, ആ ബ്ലാക്ക് എള്ളൊക്കെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എള്ളൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പഴംപൊരി നമ്മൾ ഓരോന്നായിട്ട് പൊരിച്ചു കോരുവാണ് കേട്ടോ. അപ്പോൾ ഇത് മക്കൾക്ക് ഇഷ്ടമാണ്. മക്കൾക്കെന്ന് പറയുമ്പോൾ മൂത്തയാൾ കഴിക്കും, ഇളയാൾക്ക് ഒന്നിനോടും ഒരു പ്രത്യേക താല്പര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ ആ ഒരു ഏത്തപ്പഴം ഗീയിലിട്ട് വാട്ടിയില്ല, അതെൻ്റെ രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയിട്ടാണ്. അയാൾക്ക് പ്രത്യേകിച്ച് ഭക്ഷണത്തിനോട് വലിയ താല്പര്യമൊന്നുമുള്ള ആളല്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഓരോന്നായിട്ട് ബാച്ചായിട്ട് പൊരിച്ച് മാറ്റുകയാണ്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടിട്ട് അതിലേക്കാണ് പൊരിച്ച് മാറ്റുന്നത്. അപ്പോൾ
ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്താണ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആയിട്ട് ഉള്ള വീഡിയോ ചെയ്തിട്ടില്ല. നമ്മുടെ വീക്കെൻഡ് സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ് ഡിന്നർ വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെയൊക്കെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു സൺഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. നമ്മുടെ സാറ്റർഡേയിൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത് പുറകെ വരുന്നുണ്ട്. ഞാൻ സാറ്റർഡേയിൽ നമ്മുടെ ഔട്ടിംഗ് വ്ളോഗ്, ഈവനിങ് ഫാമിലി വ്ളോഗായിട്ടും ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് ചെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ഓരോന്നോരോന്നായിട്ട് നമ്മൾ പൊരിച്ച് മാറ്റുകയാണ്. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സൺഡേ ആണല്ലോ, അപ്പം വീട്ടിൽ മക്കളും എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ ഏത്തപ്പഴം പൊരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. അപ്പം ഞാൻ മക്കൾക്ക് ചായ വേണ്ട, അവർക്ക് പാലോ അങ്ങനെ എന്തെങ്കിലുമാണ് റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ എനിക്കും ഇക്കാക്കും വേണ്ടിയിട്ട് ചായയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ചായയുടെ കൂടെ നല്ല ചൂട്, നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ക്രഞ്ചി ആയിട്ടുള്ള, ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളി പഴംപൊരിയും കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ചെറുതായിട്ട് പഴമൊക്കെ ഇങ്ങനെ വറുത്ത് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന, അതായത് ചായക്കടകളിലൊക്കെ കിട്ടുന്ന കുറച്ച് വലുതായിട്ടുള്ള പഴംപൊരിയാണല്ലോ, അത് വേറൊരു ടേസ്റ്റ്. വീടുകളിൽ കൂടുതലായിട്ടും എല്ലാവരും ഈ ഒരു രീതിയിലായിരിക്കും പഴംപൊരിയൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ പഴംപൊരിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ള പഴംപൊരിയൊക്കെ റെഡിയാക്കി. അപ്പോൾ ടിഷ്യൂ ഒക്കെ മാറ്റി, അത്യാവശ്യം ഓയിലൊക്കെ അതിൽ പിടിച്ചിരുന്നു, അതൊക്കെ മാറി. അതിന് ശേഷം ഇതാ ഞാൻ ഒരു കപ്പ് ചൂട് ചായയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വൈകുന്നേരത്തെ സ്നാക്ക് ആൻഡ് ടീ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്താണ്, നമുക്ക് ഡിന്നർ വിശേഷത്തിലേക്ക് പോകാം അല്ലേ. അപ്പോൾ സൺഡേ ആകുമ്പോഴത്തേനും കൂടുതലും എന്താ പറയുക, ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഒരുമിച്ച് കൂടി പുറത്തുനിന്നായിരിക്കും കഴിക്കൽ. അപ്പോൾ ഞാൻ സൺഡേ നൈറ്റ് എന്ന് പറയുന്ന ഡിന്നറിന് വേണ്ടിയിട്ട് വലിയ കുക്കിങ്ങോ വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങൊന്നും ഉള്ള ദിവസമല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം സൺഡേ ആയപ്പോഴത്തേനും നമ്മൾ കുറച്ച് ചൂട് പൊറോട്ട മേടിച്ചിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ചിക്കൻ കറിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിന്നറിന് വേണ്ടി എടുക്കുന്നത് 2 പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ കറിയുമാണ്. അപ്പോൾ സൺഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പവും ചിക്കൻ കറിയും, ഉച്ചയ്ക്ക് നമ്മുടെ തേങ്ങാച്ചോറും ചിക്കൻ കറിയും, രാത്രി ആയപ്പോൾ ആ ഒരു ചിക്കൻ കറി കൊണ്ട് തന്നെ നമ്മൾ നല്ല ചൂട് അടിച്ച പൊറോട്ട ഇത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. സൺഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത് വീക്ക് ഡേയ്സിനെക്കാളും വീക്കെൻഡ്സ്, നമ്മുടെ സാറ്റർഡേ സൺഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് എന്നും കുറച്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ദിവസങ്ങളിലാണ് നമ്മൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ കൂടുതലും തട്ടിക്കൂട്ട് വിഭവങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.